ജീർണമായ ഒരു അവസ്ഥയാണെന്ന്. ഇപ്പം മാങ്കൂട്ടലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതല്ല ഇതിന്റെ ഭാഗമാണ്. ഒരു തരം ജീർണമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ആർക്കും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ആര്? അതിപ്പോഴല്ലേ? അതാണല്ലോ അവിടുത്തെ തർക്കത്തിന്റെ പ്രശ്നം. അതല്ലേ സൈബറിടങ്ങളിലുള്ള കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലം. ഞങ്ങൾ തടയാൻ ഉദ്ദേശിക്കുന്നില്ല. സഭയിൽ നടന്നിട്ടുണ്ട്. SFI പ്രവർത്തി അവരുടെ വികാരം പ്രകടിപ്പിച്ചത് മാത്രം കണ്ടാണ്. ഇങ്ങനെ തന്നെ തുടരുന്നതാണ് നല്ലത്. അല്ല, ഒന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുള്ളവരും. മാങ്കൂട്ടത്തിൽ ഒരു പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ജീർണതയുടെ. അതിന്റെ ശരിയായ മുഖമായിട്ട് മാറിയിട്ടുണ്ട്. ആ മുഖം ഇങ്ങനെ തന്നെ തുടർന്നു പോകുന്നതാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഓർമ്മിക്കാൻ നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. ഈ ആഗോള DFS നടത്തുന്നത് ഇന്നിപ്പോ അടിയന്തരപരമായിട്ട് അതിന്റെ വിഷയം കൊണ്ടുവന്നില്ല. സ്വർണ്ണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടുവന്നപ്പോൾ അത് പ്രതിപക്ഷ നേതാക്കൾ പുറത്തു വന്നിട്ട് പറഞ്ഞത് ഈ സ്വർണ്ണം കട്ടവരാണ് DFS അത് പുറത്തിങ്ങനെ പറയുമെങ്കിലും അവരിങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാമെന്നാണ്. അത്ര പറഞ്ഞാൽ മതി. ഇപ്പം പറഞ്ഞാൽ മനസ്സിലായി. അവസാന നിമിഷം ഒന്ന് ആരെങ്കിലും ക്ഷണിച്ചാൽ ഞങ്ങൾ കൂടി പങ്കെടുക്കാം. ഒരു ചോദ്യവും പ്രസക്തമായിട്ട് ഉന്നയിക്കാതെ തന്നെ പറയുന്നത് നിങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാണ്. ഒരു പ്രമുഖ നേതാവ് തന്നെ മന്ത്രിയോട് തന്നെ സംസാരിച്ചു.